നമസ്കാരം. വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തിരൂർ താലൂക്ക് റേഷൻ വ്യാപാരി സംയുക്ത സമിതി കടയടപ്പ് സമരം ആരംഭിച്ചു. മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ വായനയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ വായനപക്ഷാചരണ പരിപാടിയുടെ ജില്ലാതല സമാപനം തിരൂർ തുഞ്ചൻ പറമ്പിലെ തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേപുരം വി.ആർ. നായനാർ സ്മാരക ഗ്രന്ഥാലയം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പഴയകാല നേതാവും കലാ സാംസ്കാരിക സാമൂഹിക രംഗത്തെ അറിയപ്പെടുന്ന വ്യക്തിയുമായ ഐ.വി. ദാസ് അനുസ്മരണവും വിജയികളെ ആദരിക്കലും അമ്മ വായന പദ്ധതിയുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. കുറുക്കന്റെ ആക്രമണം, വിദ്യാർത്ഥിക്ക് പരിക്ക്. ഒഴൂർ കതിർകുളങ്ങര സ്വദേശി പൊടിയേങ്ങൽ അബ്ദുൾ മജീദിന്റെ മകൾ ഫാത്തിമ നഹ്ലയ്ക്കാണ് കുറുക്കന്റെ ആക്രമണമേറ്റത്. തിരൂർ താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്റർ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മുന്നറിയിപ്പ് നൽകാനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുമായി തിരൂർ മിനി സിവിൽ സ്റ്റേഷനോട് ചേർന്ന് താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്റർ 2022 മെയിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇതേവരെ തുറന്നു കൊടുത്തിട്ടില്ല. അകാലത്തിൽ വിട പറഞ്ഞ ബ്ലഡ് ഡൊണേഴ്സ് കേരള മലപ്പുറം ജില്ലാ സ്ഥാപകാംഗം അബ്ദുൽ മനാഫ് പൊന്നാനിയുടെ 2ാം ഓർമ്മദിനത്തോടനുബന്ധിച്ച് സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. 100-ലധികം പേർ പങ്കെടുത്ത ക്യാമ്പിൽ 69 പേർ രക്തദാനം നിർവഹിച്ചു. തിരൂരങ്ങാടി കൊടിഞ്ഞിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 3 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. എടപ്പാളിലെ CITO മർദ്ദനത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകൻ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ ഉപരോധിച്ചു. കോൺഗ്രസ് തവനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ച കുറുക്കോൾ പറമ്പ് അത്താണിക്കൽ റോഡിന്റെ സൈഡ് കോൺക്രീറ്റ് ചെയ്തതിന്റെ ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ MLA നിർവഹിച്ചു. നിരവധി ആളുകൾ സംബന്ധിച്ചു. ഗുരു നിത്യചൈതന്യ യതിയുടെ ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് ജൂലൈ 27-28 തീയതികളിൽ തിരൂർ തുഞ്ചൻപറമ്പിൽ നടക്കുന്ന ദേശീയ സെമിനാറിന്റെ ലോകപ്രകാശനം ചെയ്തു. തിരൂർ നഗരസഭാ ഹാളിൽ നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ AP നസീമ കഥാകൃത്ത് സിബിൻ ഹരിദാസിന് ലോഗോ കൈമാറി. ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീ യൂണിറ്റുകൾ മുഖേന ഉൽപ്പാദിപ്പിക്കുകയും വീട്ടിലെത്തിച്ച് വിപണനം നടത്തുകയും ചെയ്യുന്ന ഹോം ഷോപ്പ് പദ്ധതിക്ക് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലും തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം മലപ്പുറം MSM ഓഡിറ്റോറിയത്തിൽ P. ഉബൈദുള്ള MLA നിർവഹിച്ചു. തൃപ്രങ്ങോട് മഹാശിവക്ഷേത്രത്തിൽ 7 ദിവസങ്ങളിലായി നടന്നുവരുന്ന ഭാഗവത സപ്താഹത്തിന് ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനമായ മിഥുനമാസത്തിലെ പുണർത്തം നാളായ ശനിയാഴ്ച പരിസമാപ്തിയായി. നിരവധി വിശ്വാസികൾ പങ്കാളികളായി. വെട്ട ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.